നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ 2 വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതെന്താണെന്ന് വെച്ചാൽ, സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റിവെച്ച മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിങ് പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ്. ഈ മാസം 18 മുതൽ അടുത്ത മാസം 8 വരെയാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള സമയപരിധി. ജനങ്ങളെ വലയ്ക്കാതെ റേഷൻ വിതരണത്തെ ബാധിക്കാത്ത രീതിയിൽ മസ്റ്ററിങ് പുനരാരംഭിക്കണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം. 3 ഘട്ടങ്ങളിലാണ് മസ്റ്ററിങ് നടത്തുന്നത്. ആദ്യ ഘട്ടം എന്ന നിലയിൽ സെപ്റ്റംബർ 18 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിലായിരിക്കും മസ്റ്ററിങ്. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലും ഒക്ടോബർ 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലുമായിട്ടാണ് മസ്റ്ററിങ് നടത്തുക. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ മരുന്നുകളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് GSTയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ക്യാൻസർ പിടിപെട്ട് ചികിത്സയിലുള്ള രോഗികളുടെ കുടുംബങ്ങൾ മരുന്നുകൾക്കായി വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത്. അതിന് ഒരു ആശ്വാസം കിട്ടുന്ന വാർത്തയാണ് പങ്കുവയ്ക്കുന്നത്. രാജ്യത്ത് ക്യാൻസർ മരുന്നുകളുടെ വില കുറയാൻ പോകുന്നു എന്നതാണ് ആ വാർത്ത. GSTയിൽ വന്ന മാറ്റമാണ് അതിന് കാരണം. ക്യാൻസർ മരുന്നുകളുടെ നികുതി 12% നിന്ന് 5% കുറച്ചിരിക്കുന്നു. അപ്പോൾ അതിനാൽ ഇനി ക്യാൻസർ മരുന്നുകളുടെ വില കുറയാൻ പോവുകയാണ്. തിങ്കളാഴ്ച ചേർന്ന GST യോഗത്തിന് ശേഷമാണ് ഈ വാർത്ത പുറത്തു വന്നത്. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ GST കുറയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. അത് നവംബറിൽ ചേരുന്ന GST കൗൺസിൽ യോഗത്തിലായിരിക്കും തീരുമാനമാകുക. മാത്രമല്ല, ഏതാനും ലഘു ഭക്ഷണങ്ങളുടെയും GSTയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളുടെ GST ഒഴിവാക്കിയിട്ടുണ്ട്. GST കൗൺസിൽ യോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഈ കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത്.